1201 ആണ്ടിലെ കന്നിമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. അതായത് പൂര നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്കുള്ള ജ്യോതിഷ ഫലങ്ങളാണ്. 17/9/2025 മുതൽ 17/10/2025 വരെയുള്ള ഒരു മാസത്തെ കാര്യമാണ്. ഏതെങ്കിലും തരത്തിൽ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കാം. അതുപോലെ തന്നെ ദുഃഖങ്ങൾ, ശാരീരികപരമായിട്ടായിരുന്നാലും മാനസികപരമായിട്ടായാലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അതിനും പരിഹാരം ലഭിക്കുന്നു. ഈശ്വര കൃപയാൽ അനർത്ഥങ്ങൾ വരേണ്ടത് ഒഴിവായി പോകുന്നതായി കാണുന്നു. ആഗ്രഹിക്കുന്ന യാത്രകൾ പോകുന്നതിനും, അത് വിനോദയാത്രയായിരുന്നാലും അല്ലാത്ത യാത്രയായിരുന്നാലും അതിനും സാധിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നു. സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ സമ്മാനമായി ലഭിക്കുന്നതിനോ വാങ്ങുന്നതിനോ ഉള്ള ഒരു ഭാഗ്യവും ലഭിക്കുന്നു. ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. വിവാഹത്തിന് നിശ്ചയം നടക്കാനും അത് കഴിഞ്ഞ് വിവാഹത്തിലേക്കുള്ള ഒരു കാര്യങ്ങൾ ഒരുക്കാനും സാധിക്കുന്നു. ബാങ്കിൽ നിന്നും ലോൺ ലഭിക്കുവാൻ കാത്തിരിക്കുന്നവർക്ക് ലോൺ ലഭിക്കുന്നു. പൊതുവെ ഗുണകരമായ ഫലങ്ങളാണ് കാണുന്നതെങ്കിലും ചില ഗ്രഹങ്ങളുടെ സ്ഥിതി മോശം രാശിയിൽ സഞ്ചരിക്കുകയാൽ ചില മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. ഗുരുവും ശനിയും രാഹുവും കേതുവും മോശരാശികളിൽ കൂടി സഞ്ചരിക്കുന്നതിനാൽ മോശഫലങ്ങൾ ആണ് കൂടുതൽ സാധ്യത വരേണ്ടത്. അഷ്ടമശനിക്കാലമായതിനാൽ അതിൻ്റേതായിട്ടുള്ള ദോഷഫലങ്ങളും ഉണ്ടാകാം. ക്ഷേത്ര ദർശനങ്ങളും പൂജയും കഴിയുമെങ്കിൽ നടത്തുക. വിദൂര യാത്രകൾ നടത്തേണ്ടതായി വന്നേക്കാം. ബന്ധുമിത്രാദികളോട് കലഹിക്കരുത്. വൈദ്യുതിയുമായി ഇടപഴകുമ്പോൾ വളരെ സൂക്ഷിക്കുക. അതിൽ പണി ചെയ്യുന്നവർ വളരെ ജാഗ്രതയായിട്ട് വേണം പണികൾ ചെയ്യാൻ. ദശാസന്ധികൾ കൂടി പരിശോധിച്ചാലേ കൃത്യമായ ഫലങ്ങൾ പ്രവചിക്കുവാൻ സാധിക്കൂ. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങളും, മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കണമെങ്കിൽ മോശഫലങ്ങളും ലഭ്യമാകാം. ഒരു കുടുംബത്തിലെ എല്ലാവരുടെയും ദശാസന്ധികൾ നല്ല ഗ്രഹങ്ങളുടെയാണ് നടക്കുന്നതെങ്കിൽ വളരെയേറെ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. മറിച്ച് മോശഗ്രഹങ്ങളുടെ ആണെങ്കിൽ മോശഫലങ്ങളായിരിക്കും പ്രതീക്ഷിക്കാവുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ വാട്സപ്പിലോ ഫോണിലോ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ഒരു ജ്യോതിഷനെ കണ്ട്, ഒരു ജ്യോതിഷ പണ്ഡിതനെ കണ്ട് ഒരു ജാതക പരിശോധന നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം വേണമെങ്കിൽ നിങ്ങളാൽ കഴിയുന്ന പൂജകളൊക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ കന്നിമാസത്തിൽ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി, ദീർഘായുസ്സായുസ്, ആരോഗ്യ സൗഭാഗ്യങ്ങൾ ഭഗവാൻ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.